ഹായ് ട്രേഡേഴ്സ്. കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നിഫ്റ്റിയിൽ നിങ്ങൾ ഓൾ ടൈം ഹൈ അടിച്ചത് കണ്ടു കാണും അല്ലെ? നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈ ആകുമ്പോഴും ഈ ലെവൽ അതിന് റെസിസ്റ്റൻസ് ആണ്. ഈ ക്യാൻഡലിന്റെ ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആണ്. അവിടെ ഹിറ്റ് ചെയ്തതിന് അവിടുന്ന് സെൽ ഓഫ് ഉണ്ടായി. ഓക്കെ, നോർമലാണ്. ഇനി നിഫ്റ്റി ഈ ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്യോ അതോ ഈ ലെവലിൽ നിന്ന് ഫർദർ ആയിട്ട് ഫാൾ ഉണ്ടാവുമോ? ഓക്കെ, നമ്മൾ അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആക്ച്വലി നിഫ്റ്റി ക്വാർട്ടറിന്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. വോളിയം ബ്രേക്ക്ഔട്ട് ഉള്ള ക്വാർട്ടറാണ്. ആ ക്വാർട്ടറിന്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല ഡേയില് ഈ ഡേ, അതായത് കഴിഞ്ഞ വീക്കില് മുന്നത്തെ വീക്കിനേക്കാൾ വോളിയത്തോടാണ് ഈ ലെവലിന്റെ മുകളിൽ അത് ക്ലോസ് ചെയ്തത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി, പിന്നെ ഈ ലെവലിനെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. അതായത് 22 നിഫ്റ്റിക്ക് ഇനി വീഴണമെങ്കിൽ ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്താലേ വീഴാൻ പറ്റുള്ളൂ. ഓക്കെ, നിഫ്റ്റി ഫർദർ ആയിട്ട് വീഴണമെങ്കിൽ ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യണം, അല്ലാതെ നിഫ്റ്റിക്ക് വീഴാൻ പറ്റില്ല ഇവിടുന്ന്. ഓക്കെ, അതുകൊണ്ട് ഈ ലെവല് നമുക്ക് ഇമ്പോർട്ടന്റ് ലെവലാണ്. കമ്മിങ് ഡേയ്സിൽ മോണിറ്റർ നിങ്ങൾ ചെയ്യേണ്ട ലെവല് ഈ ലെവലാണ്, 22,526.60. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ലെവലാണ്. നിഫ്റ്റി വീഴണമെങ്കിൽ തന്നെ ഈ ലെവലിലെ കൺഫർമേഷൻ നമുക്ക് വേണം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ സെക്ടേഴ്സ് ഒക്കെ റെസിസ്റ്റൻസിലാണ്. അതായത് പ്രൈവറ്റ് ബാങ്ക്, IT ഓൾറെഡി മന്തിന്റെ ലോ ബ്രേക്ക് ചെയ്ത് വീക്കായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ FMCG, എനർജി ഒക്കെ റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോ നാളെ നമുക്ക് നോക്കേണ്ട ലെവൽസ്, ഒന്ന് മെയിൻ ആയിട്ടുള്ള ഒരു ലെവൽ ഇതാണ്. ഈ ലെവലിലാണ് നമുക്ക് കൺഫർമേഷൻ എടുക്കേണ്ടത്. അതിനുശേഷമുള്ള ഒരു ലെവല് ഞാൻ ഈ ലെവല് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ലെവൽസിൽ ഇവിടെ ഒരു റേഞ്ച് ഉണ്ട്. അതായത് ഈ റേഞ്ച്, ഇത് സപ്പോർട്ട് റേഞ്ച് ആണ്, സപ്പോർട്ട് സോൺ ആണ് ഇത്. ഓക്കെ, ഈ ലെവലിൽ ഇതിന് സപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്താലേ ഇതിന് വീഴാൻ പറ്റുള്ളൂ. ഓക്കെ, സോ മോണിറ്റർ ചെയ്യേണ്ടത് ഡൗൺ സൈഡിലോട്ട് ഈ ലെവൽസ്, മെയിൻ ആയിട്ട് ക്വാർട്ടറിന്റെ ലെവല്. ഓക്കെ, ഇനി അപ്പ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ലെവൽ ഇതാണ്, അപ്പ് സൈഡില്. ഓക്കെ, അതിനുശേഷം അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രീവിയസ് ഡേയുടെ ഹൈ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിഫ്റ്റിക്ക് നമ്മൾ കമ്മിങ് ഡേയ്സിൽ, അതായത് നാളെയൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ ഈ ലെവൽസിനെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യുക. ഈ ലെവൽസിലൊക്കെ നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നാളത്തേന് എനിക്ക് നിങ്ങൾ എല്ലാവരും ഹീറോമോട്ടൊക്കെ പോലെ, സോറി, ഹിന്ദു യൂണിലിവറിനെ ഒന്ന് സ്റ്റഡി ചെയ്ത് വെച്ചോണം. ഹിന്ദു യൂണിലിവർ നിഫ്റ്റി ഏതെങ്കിലും സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്യുവാണെങ്കിൽ മൂവ് ചെയ്യേണ്ട സ്റ്റോക്കാണ് ഹിന്ദു യൂണിലിവർ. ഓക്കെ, അതിന്റെ ടാർഗറ്റ് ആക്ച്വലി ഈ ഹൈ ബ്രേക്ക് ചെയ്യണം. ഈ ഹൈ ആണ് ടച്ച് ചെയ്യണം, മിനിമം ഈ ഹൈ ടച്ച് ചെയ്യണം. അതെ, മിനിമം ഈ ഹൈ അല്ല, ആക്ച്വൽ ടാർഗറ്റ് ഇതാണ്. ഓക്കെ, ഇത് ഒരു ദിവസം കൊണ്ടുള്ള ടാർഗറ്റ് അല്ല, ഇതിന് ഈ ലെവൽ വരെ പോയേ പറ്റുള്ളൂ. ഓക്കെ, നിഫ്റ്റി സപ്പോർട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഹിന്ദു യൂണിലിവറും ടാറ്റ കൺസ്യൂമറും ആണ് കൂടുതൽ ഫോക്കസ്. സെൽ സൈഡിലോട്ടാണെങ്കിൽ IT ഫീൽഡിലെ സ്റ്റോക്സിനെ സെൽ സൈഡിൽ നോക്കാൻ പറ്റും. ഓക്കെ, മെയിനായിട്ട് IT ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്യാം സെൽ സൈഡിലോട്ട്. ഓക്കെ, എന്നാൽ